നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. വി.എസ്. അച്യുതാനന്ദനെതിരായ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രമേയത്തിൽ CPIM കേന്ദ്ര നേതൃത്വത്തിൽ ഭിന്നത. വി.എസിനെതിരായ വിഷയങ്ങൾ കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യാനിരിക്കെ പ്രമേയം അനവസരത്തിലെന്നാണ് ഒരു വിഭാഗം PB അംഗങ്ങളുടെ അഭിപ്രായം. അതേസമയം പ്രമേയത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് സീതാറാം യെച്ചൂരിയുമായി സംസ്ഥാന നേതൃത്വം ചർച്ച ചെയ്തില്ലെന്നാണ് സൂചന. വി.എസ്. അച്യുതാനന്ദനെതിരായ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രമേയം രാവിലെ ചേർന്ന അവൈലബിൾ പോളിറ്റ് ബ്യൂറോ യോഗം ചർച്ച ചെയ്തു. ബൃന്ദ കാരാട്ട്, AK പത്മനാഭൻ, ഹനൻമുള്ള എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ പ്രമേയം കേരളത്തിൽ ഏറെക്കാലമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങളുടെ തുടർച്ച മാത്രമാണെന്ന അഭിപ്രായമാണ് ഉയർന്നത്. അതുകൊണ്ട് പ്രമേയത്തെപ്പറ്റി പ്രതികരിക്കേണ്ടതില്ലെന്നും നേതാക്കൾ പറഞ്ഞു. അതേസമയം പ്രമേയത്തെ ചൊല്ലി കേന്ദ്ര നേതാക്കൾക്കിടയിൽ കടുത്ത അഭിപ്രായ ഭിന്നതയാണ് നിലനിൽക്കുന്നത്. കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾക്കെതിരായ വി.എസിന്റെ പ്രസ്താവന അടുത്ത മാസം ചേരുന്ന കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യുമെന്ന് യെച്ചൂരി തന്നെ പറഞ്ഞിരുന്നു. PB ഇറക്കിയ 3 വരി പ്രസ്താവനയിൽ വ്യക്തത വരുത്താൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് 4 പേജുള്ള പ്രമേയം ഇറക്കിയത് എന്തിനാണെന്നുമാണ് കേന്ദ്ര നേതാക്കൾ ചോദിക്കുന്നത്. പാർലമെന്ററി വ്യാമോഹത്തിന്റെ ഭാഗമായാണ് കേരളത്തിലെ പ്രശ്നങ്ങളെന്നും കേന്ദ്ര നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു. പ്രമേയത്തെപ്പറ്റിയും പ്രമേയം പാസാക്കാനുണ്ടായ സാഹചര്യത്തെപ്പറ്റിയും കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യുമെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം S. രാമചന്ദ്രൻപിള്ള പറഞ്ഞു. വിഭാഗീയത കേന്ദ്ര നേതൃത്വത്തിലേക്ക് വളരാൻ അനുവദിക്കില്ല. അദ്ദേഹം ഉന്നയിച്ച ആക്ഷേപങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല, പെശകാണ്. ഈ ആക്ഷേപങ്ങളെ പാർട്ടി പോളിറ്റ് ബ്യൂറോ തള്ളിക്കളയുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യും, തീരുമാനമെടുക്കും. പ്രമേയത്തിന്റെ ഉള്ളടക്കത്തെപ്പറ്റി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുമായി സംസ്ഥാന നേതൃത്വം കൂടിയാലോചിച്ചിട്ടില്ലെന്നാണ് സൂചന. തന്റെ പേര് സംസ്ഥാനത്തെ പ്രശ്നങ്ങളിലേക്ക് വലിച്ചിഴച്ചതിൽ യെച്ചൂരിക്ക് കടുത്ത അതൃപ്തിയുണ്ട്. റിപ്പോർട്ടർ, ദില്ലി. ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. CPIM നേതാവ് ശ്രീ M. ലോറൻസ്, CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ശ്രീ ഭാസുരേന്ദ്ര ബാബു, ശ്രീ NM പിയേഴ്സൺ, KM ഷാജഹാൻ, ബെർലിൻ കുഞ്ഞനന്ദൻ നായർ എന്നിവരാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, വി.എസിനെതിരായ പ്രമേയം മാധ്യമങ്ങൾക്ക് നൽകുന്നതിനും പരസ്യപ്പെടുത്തുന്നതിനും കേന്ദ്ര നേതൃത്വത്തിൻ്റെ അനുമതി ലഭിച്ചിരുന്നോ? അല്ല, പ്രമേയം സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റ് പാസ്സാക്കിയ പ്രമേയത്തിന് കേന്ദ്രത്തിന്റെ അനുമതി വേണമെന്നില്ല. സംസ്ഥാന കമ്മിറ്റിയുടെ അഭിപ്രായം സംസ്ഥാനത്തെ പാർട്ടിയെ ബാധിക്കുന്ന പ്രശ്നങ്ങളായതുകൊണ്ട് അത് ചർച്ച ചെയ്യാനും പ്രമേയം അംഗീകരിക്കാനും സ്വാതന്ത്ര്യം. ഏതെങ്കിലും ഒരു അച്ചടക്ക നടപടികളുടെ ഒരു നിജസ്ഥിതി വിശദീകരണമാണ് ഉണ്ടായത്. ഏതെങ്കിലും മറ്റ് നടപടി സ്വീകരിക്കുന്നതല്ല. നടപടി സ്വീകരിക്കുന്ന കേന്ദ്ര കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള ആളെന്നുള്ള നിലയിൽ കേന്ദ്ര കമ്മിറ്റി തന്നെയാണ്. അങ്ങനെ നടപടി സ്വീകരിക്കില്ല എന്ന് നടപടി സ്വീകരിക്കാനല്ല ഈ പ്രമേയം എന്ന് കോടിയേരി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പ്രമേയം പാസ്സാക്കാനും പാർട്ടിക്കെതിരായി വരുന്ന നിലപാടുകളെ, തെറ്റിദ്ധാരണകൾ നീക്കാനുമുള്ള അവകാശം പാർട്ടി കമ്മിറ്റിക്കുണ്ട്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഇത് കേന്ദ്ര കമ്മിറ്റി വിഷയം പരിഗണിക്കുമ്പോൾ അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോ ഒരു നിലപാടെടുത്ത ശേഷം ആ PBയുടെ നിലപാടിന് വിരുദ്ധമായൊരു നിലപാട് വി.എസ്. അച്യുതാനന്ദൻ എടുത്താൽ PB അല്ലേ അത് തിരുത്തേണ്ടത്? PBയെ വെല്ലുവിളിച്ചു എന്ന് പറയേണ്ടത്? എന്തിന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിരക്കിട്ട് ഇടപെടുകയും ഇങ്ങനെയൊരു പ്രമേയം പുറത്തിറക്കുകയും ചെയ്തു? ഇവിടെ RSPയുമായിട്ടും ജനതാദളുമായിട്ടുമൊക്കെ സ്വീകരിക്കുന്ന അവരുടെ കൂട്ടുകെട്ടുണ്ടാക്കുന്നതിനെ, ഐക്യം ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ സ്വീകരിക്കുന്ന നിലപാടുകളെ സംബന്ധിച്ച് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടേതല്ലാതെ വ്യക്തിപരമായി തന്റെ നേതൃത്വത്തിലുള്ള പരിശ്രമങ്ങളെല്ലാം നടത്തുന്നു, അവരെ കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന് പറയുകയും അവരാണെങ്കിൽ UDFന്റെ ജാഥയുമായിട്ട് മുമ്പോട്ട് പോവുകയും ചെയ്യുമ്പോൾ പാർട്ടി സഹാക്കളുടെ ഇടയിൽ തന്നെ നമ്മൾ അവരുടെ പിറകിൽ നടക്കുന്നതാണെന്നുള്ള ധാരണ ഉണ്ടാക്കിയെടുക്കാൻ അത്തരം പരാമർശങ്ങളിടയാക്കും. CPMനും ഇടതുപക്ഷ മുന്നണിക്കും ഒറ്റയ്ക്ക് നിന്ന് തന്നെ UDFനെ തോൽപ്പിക്കാൻ സാധിക്കും, UDFന് ഒരു ബദലാകാൻ സാധിക്കുമെന്ന് ഉറച്ച വിശ്വാസമുള്ളപ്പോൾ ഇവരാരും കൂടി വന്നെങ്കിലേ UDFനെ തോൽപ്പിക്കാൻ സാധിക്കുമെന്ന ധാരണ ജനങ്ങളുടെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രസ്താവന ഇറക്കുന്നതിനെ പാർട്ടിക്ക് അതിനെ നിഷേധിച്ചാലേ മതിയാവൂ. ആ നിലപാടാണ് പാർട്ടി എടുത്തത്. വ്യക്തമാണ്. ശ്രീ KM ഷാജഹാൻ, ശ്രീ ആനത്തലവട്ടം ആനന്ദൻ വിശദീകരിക്കുന്നത് പോലെ വളരെ സ്വാഭാവികമായ കേരളത്തിലെ പാർട്ടി പ്രവർത്തകരിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയാണോ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സ്വീകരിച്ചത്? അതോ വി.എസിനെതിരെ പ്രമേയം പാസാക്കിയതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കേന്ദ്ര നേതൃത്വവും സംസ്ഥാന ഘടകവും തമ്മിലുള്ള ഒരു ഭിന്നത, അതിലേക്കാണോ വിരൽ ചൂണ്ടുന്നത്? അത് വളരെ വ്യക്തമാണ്. ആ പ്രമേയം അതിസൂക്ഷ്മമായി വായിക്കുന്ന ആർക്കും മനസ്സിലാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം,
ആ പ്രമേയത്തിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയത്തിനാണ്. അതായത് ഒരു സമാന്തര പാർട്ടി നേതൃത്വമായി VS പ്രവർത്തിക്കുകയാണോ എന്നുള്ളൊരു ചോദ്യം ആ പ്രമേയത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഒന്നാമത്തത്. രണ്ടാമത്തത്, ആ സമാന്തര പാർട്ടി നേതൃത്വവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന VS ഞങ്ങൾ എന്ന് പറയുന്നത് ആരെയാണ് എന്നുള്ളതാണ് അതിനകത്ത് സംസ്ഥാന പാർട്ടി ഉന്നയിച്ചിട്ടുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, ആരെയാണ് VS ഉദ്ദേശിച്ചത് എന്ന് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രമേയം അടുത്ത ഘട്ടത്തിൽ പറയുന്നത് ഇതുപോലെയുള്ള സമാന്തര പാർട്ടി നേതൃത്വവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന പ്രവർത്തനങ്ങൾ വെച്ചുപൊറുപ്പിക്കില്ല എന്നുള്ള വാക്കാണ് ഉന്നയിച്ചിട്ടുള്ളത്. ആ വെച്ചുപൊറുപ്പിക്കില്ല എന്നുള്ള വാക്കാണെന്ന് മലയാള മനോരമ പത്രവും മാതൃഭൂമി പത്രവും തലവാചകമായി കൊടുത്തിട്ടുള്ളത് തന്നെ വെച്ചുപൊറുപ്പിക്കില്ല എന്നുള്ള വാക്കാണ്. അപ്പോൾ അതിൽ നിന്ന് വളരെ വ്യക്തമാണ് സംസ്ഥാന നേതൃത്വം കേന്ദ്ര സീതാറാം യെച്ചൂരിയുടെ നേതൃത്വത്തിനെതിരെ ഒരു കൃത്യമായ നിലപാടെടുക്കുകയാണ്. ആ നിലപാടെടുത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രതിഫലനമാണ് ഇന്ന് ഡൽഹിയിൽ നിന്ന് വരുന്ന വാർത്തകളും സൂചിപ്പിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് കേന്ദ്ര നേതൃത്വത്തിന് വലിയ അതൃപ്തിയാണ് ഈ കാര്യത്തിൽ എന്നാണ്. ഇത് യഥാർത്ഥത്തിൽ ഇതിനു മുമ്പുള്ള നേതൃത്വമായിരുന്നെങ്കിൽ ഇത് അതൃപ്തിയല്ല, VS അച്യുതാനന്ദൻ പറഞ്ഞ കാര്യങ്ങൾ പരിപൂർണമായി തള്ളിക്കളയുന്ന ഒരു ആകുമായിരുന്നു മുൻ നേതൃത്വം എടുക്കുമെന്നിരുന്നത് എങ്കിൽ ഇപ്പോൾ പുതിയ നേതൃത്വത്തിന് ഇതിൽ കടുത്ത അതൃപ്തിയാണ് അവർ പ്രകടിപ്പിക്കുന്നത്. ആ അതൃപ്തിയുമായി ബന്ധപ്പെട്ട് അവർ പറയുന്നത്, ഇപ്പോൾ ഞാൻ ഡൽഹിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് VS അച്യുതാനന്ദൻ ഇങ്ങനൊരു പ്രതികരണം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പ്രതികരണവുമായി ബന്ധപ്പെട്ട് ഒരു ക്ലാരിഫിക്കേഷൻ ഇഷ്യൂ ചെയ്യാനാണ് സംസ്ഥാന നേതൃത്വത്തിനോട് കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നത് എന്നും ആ ക്ലാരിഫിക്കേഷന് പകരം കേന്ദ്ര നേതൃത്വത്തിൻ്റെ പരിധിയിൽ കിടക്കുന്ന ഒരു വിഷയത്തിൽ വളരെ വിശദമായ ഒരു പ്രമേയം പാസാക്കി അത് പത്രങ്ങൾക്ക് കൊടുത്ത് ഈ വിഷയം കൂടുതൽ പ്രശ്നമാക്കിയതിൽ സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കടുത്ത അതൃപ്തിയുണ്ട് എന്നുള്ള വാർത്ത ഇപ്പോൾ ഇന്ന് വന്നിരിക്കുകയാണ്. ഇതിൽ നിന്നും വ്യക്തമാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വിഭാഗീയത CPM-ൽ കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും എന്നുള്ള നിലയിലേക്ക് വിഭാഗീയത മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ശ്രീ MM ലോറൻസ്, വിഭാഗീയത പരിഹരിച്ചു എന്ന് പറഞ്ഞ ശേഷം ഇപ്പോൾ ജനറൽ സെക്രട്ടറിയുടെ നിലപാട് വിശദീകരിക്കാൻ പ്രമേയം പാസാക്കുന്നു. ജനറൽ സെക്രട്ടറിയുമായി ചേർന്ന് VS നടത്തുന്ന പ്രസ്താവനകളിൽ വിശദീകരണം നൽകേണ്ടി വരുന്നു. യഥാർത്ഥത്തിൽ കേന്ദ്ര നേതൃത്വവും സംസ്ഥാന ഘടകവും തമ്മിൽ ഒരു വിഭാഗീയത പ്രകടമാകുന്ന ഒന്നല്ലേ ഇന്നലെ സെക്രട്ടേറിയറ്റ് എടുത്ത തീരുമാനം? അതല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോ വ്യക്തത വരുത്തേണ്ട ഒരു കാര്യത്തിൽ, അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റി വ്യക്തത വരുത്തേണ്ട ഒരു കാര്യത്തിൽ എന്തിനാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് രാഷ്ട്രീയ വ്യക്തത വരുത്താൻ പ്രവർത്തിക്കുന്നത്? അത് സംഘടനാപരമായി എത്രത്തോളം ശരിയാണ്? ഒന്നാമത് ഈ പ്രശ്നം ഒരു ദിവസം പെട്ടെന്ന് മുളച്ച് പൊന്തിയതല്ല. കുറേ കാലമായിട്ട് തുടർന്നു കൊണ്ടിരിക്കുന്ന സ്ഥിതിഗതികളുടെ തുടർച്ചയാണെന്ന് കേരള രാഷ്ട്രീയം, പ്രത്യേകിച്ച് CPI-യുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രശ്നങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, പഠിച്ചുകൊണ്ടിരിക്കുന്ന ആർക്കും ബോധ്യമുള്ളതാണ്. അതിൻ്റെ തുടർച്ചയായിട്ട് അതിൻ്റെ സൈന്യത്തിലേക്കെത്തി. ഇപ്പോൾ സംസ്ഥാന കോൺഗ്രസ് നടക്കുമ്പോൾ VS ഇറങ്ങിപ്പോയ സംഭവം ഉണ്ടായല്ലോ. VS ഇറങ്ങിപ്പോയപ്പോൾ തിരിച്ചു വിളിച്ചു പ്രകാശ് കാരാട്ട്, പാർട്ടി ജനറൽ സെക്രട്ടറി. വരാൻ കൂട്ടാക്കിയില്ല. ഞാനിൻ്റെ മുഴുവൻ വിശദമായിട്ട് കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. നിരവധി സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ കേന്ദ്ര നേതൃത്വത്തെയും അവഗണിക്കുന്നു VS എന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇപ്പോഴും അതിൽ വ്യത്യസ്തമായൊരു നിലപാട് VS ഉണ്ടെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. ആരെന്തെല്ലാം പറഞ്ഞാലും. എന്തുകൊണ്ടെന്നാൽ കേന്ദ്ര കമ്മിറ്റി നേരത്തെ പാസാക്കിയതും അംഗീകരിച്ചതുമായ പ്രമേയത്തിൻ്റെ ഉള്ളടക്കവുമായി യോജിച്ചു പോകുന്ന നിലപാട് മാത്രമേ സംസ്ഥാന കമ്മിറ്റി എടുത്തിട്ടുള്ളൂ. കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് നേരത്തെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് അദ്ദേഹത്തെ നീക്കം ചെയ്തു. വിശാഖപട്ടണത്തിൽ ചേർന്ന പാർട്ടി കോൺഗ്രസ് അദ്ദേഹത്തെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് പോലും എടുത്തില്ല. ഒരു ക്ഷണിതമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. ഈ രൂപത്തിൽ ഒക്കെ നിലപാട് സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യവും കൂടി കണക്കിലെടുത്തുകൊണ്ടാണെന്ന് പറയാമെങ്കിലും അത് മാത്രമല്ലെന്നും നമുക്കെല്ലാം മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സ്ഥിതിയിൽ എന്നാൽ VS അച്യുതാനന്ദന് കേരളത്തിൽ കുറേ അനുയായികളുണ്ട്, ആരാധകന്മാരുണ്ട് എന്ന യാഥാർത്ഥ്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് സത്യാവസ്ഥ അവരെ ബോധ്യപ്പെടുത്തേണ്ടത് കേരളത്തിലെ പാർട്ടിയുടെ
പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നതിന് അനുപേക്ഷണീയമാണ്, ഒഴിച്ചുകൂടാൻ വയ്യാത്ത കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷനൊക്കെ വരുന്നു. അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ സംസ്ഥാന ഇലക്ഷൻ വരുന്നു. ഈ രൂപത്തിൽ സ്ഥിതിഗതിയുമായി മുന്നോട്ട് പോയാൽ അത് വലിയ ഡാമേജ് പാർട്ടിക്ക് ഉണ്ടാക്കി തീർക്കുമെന്ന് രാഷ്ട്രീയം പഠിക്കുന്ന ആൾക്ക് മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ കാര്യം സംബന്ധിച്ച് പാർട്ടിക്കുള്ള അഭിപ്രായം പാർട്ടി അണികളെയും പാർട്ടിയുടെ അഭ്യുദയകാംക്ഷികളെയും പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന ബഹുജനങ്ങളെയും ഒക്കെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യകത ഒരു അടിയന്തര പ്രാധാന്യമുള്ള കാര്യമായിട്ട് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മുൻനിർത്തിയാണ് സംസ്ഥാന കമ്മിറ്റി ഇങ്ങനെ ഒരു പ്രമേയം അംഗീകരിച്ച സെക്രട്ടേറിയറ്റ് ആ പ്രമേയമൊക്കെ പുറത്തുവിട്ടതും വ്യക്തമാണ്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, വി എസ് അച്യുതാനന്ദൻ്റെ കാര്യത്തിൽ വി എസിനോടൊപ്പം നിന്നിരുന്ന ബെർലിൻ കുഞ്ഞനന്ദൻ നായർ ഉൾപ്പെടെയുള്ളവർ മാറുന്നു. അവർ വി എസിന് എന്താണ് ഇനി വി എസ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി നിർദ്ദേശിക്കുന്നു. പക്ഷേ അതേസമയം ഇപ്പോൾ സീതാറാം യെച്ചൂരി ആകട്ടെ, അതല്ലെങ്കിൽ പാർട്ടി കേന്ദ്ര നേതൃത്വത്തിൽ ഒരു വിഭാഗമാകട്ടെ, അവർ വി എസിൻ്റെ ഈ എതിർ പ്രസ്താവനകളോടുള്ള സമീപനം 2-3 വരികളിൽ ഒതുക്കുന്നു. സംസ്ഥാന നേതൃത്വം പോളിറ്റ് ബ്യൂറോയെ മറികടന്നുകൊണ്ട് ഒരു നിലപാടിലേക്ക് എത്തുന്നു. അപ്പോൾ വിഭാഗീയത കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ തമ്മിലേക്ക് എന്ന രീതിയിൽ വളർത്തിയെടുക്കുന്നതിൽ വി എസ് വിജയിച്ചോ? അങ്ങനെ വിജയിച്ചതുകൊണ്ടല്ലേ ഇന്നിപ്പോൾ വി എസ് അതിനോട് നിശബ്ദത പുലർത്തുന്നത്, കാണാം എന്ന നിലപാട് സ്വീകരിക്കുന്നത്? അല്ല, അതിനകത്ത് നാം ആദ്യം തന്നെ കേന്ദ്ര നേതൃത്വത്തിനിടയിൽ ഇക്കാര്യത്തിൽ ഭിന്നാഭിപ്രായം രൂപപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ പരിശോധിക്കാതെ എടുക്കുന്ന ഒരു നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചർച്ച. നമുക്കൊന്ന് ആലോചിക്കാം, അങ്ങനെ ഒരു നിലപാടെടുക്കാൻ കേന്ദ്ര സമിതിക്ക് കഴിയുമോ? നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന നടത്തി 24 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും പോളിറ്റ് ബ്യൂറോയുടെ അക്കാര്യത്തിലുള്ള വിരുദ്ധ നിലപാട് പുറത്തേക്ക് വന്നു. ആ നിലപാടിൽ പോളിറ്റ് ബ്യൂറോ പറഞ്ഞത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് വി എസ് അച്യുതാനന്ദൻ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അംഗീകരിക്കുന്നില്ല, തള്ളിക്കളയുന്നു. വാസ്തവ വിരുദ്ധമാണ് ആ നിലപാട്. അത് മുൻ നിലപാടുകളുമായി നിലപാടുകളുടെ ചരിത്രവുമായി പരിശോധിക്കുമ്പോൾ നിലനിൽക്കുന്നതല്ല. 3 വാചകങ്ങളെ ഉള്ളെങ്കിലും ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിനകത്ത് പറഞ്ഞിരുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് കേരളത്തിലെ പ്രമേയം വരുന്നത്. ആ വിശദാംശങ്ങളിലേക്ക് വരുമ്പോൾ കേരളത്തിൻ്റെ പാർട്ടി സെക്രട്ടറി തന്നെ പറഞ്ഞത് ഇത് വി എസുമായി ബന്ധിപ്പിച്ച കാര്യങ്ങളല്ല, മറിച്ച് കേരളത്തിലെ പാർട്ടി സഖാക്കളുടെ ഇടയിൽ, പ്രവർത്തകരുടെ ഇടയിൽ, അനുഭാവികളുടെ ഇടയിൽ ഉണ്ടായേക്കാവുന്ന ആശയ വ്യക്തതയില്ലായ്മ, ആശയക്കുഴപ്പം പരിഹരിക്കാനുള്ള സംസ്ഥാന ഘടകത്തിൻ്റെ ഒരു ശ്രമമാണ്. അല്ലാതെ മറ്റൊന്നും ഇതിൽ അടങ്ങിയിരിക്കുന്നില്ല. സംസ്ഥാന താല്പര്യത്തെ മുൻനിർത്തി മാത്രം നടത്തുന്ന ഒരു കാര്യമാണ്. ഇത്തരമൊരു കാര്യം സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഘട്ടത്തിൽ, സമ്മേളനത്തിന് 2 ദിവസം മുമ്പേ ഇതേപോലെ ഒരു സംഭവം മനോരമ പത്രത്തിൽ വന്നപ്പോഴും ഒരു പ്രമേയത്തിലൂടെ, പരസ്യമാക്കപ്പെട്ട ഒരു പ്രമേയത്തിലൂടെ പാർട്ടി സെക്രട്ടേറിയറ്റ് അതിൻ്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. അന്ന് പോളിറ്റ് ബ്യൂറോയിൽ ഏറിയ കൂറിയ ആളുകളും ആലപ്പുഴയിൽ ഉണ്ടായിരുന്നു. അവരാരും യോഗം ചേർന്ന് അതിനെ എതിർക്കുകയുണ്ടായില്ല. അതുകൊണ്ട് തന്നെ പുതിയ കാര്യത്തിലും അത്തരമൊരു നിലപാട് കേന്ദ്ര നേതൃത്വത്തിനെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം ഇരിക്കെ കേന്ദ്ര നേതൃത്വത്തിൽ ഇക്കാര്യത്തിൽ ഭിന്നാഭിപ്രായം ഉണ്ടായിരിക്കുന്നു എന്ന നിങ്ങളുടെ നിലപാട് വിശ്വസനീയമല്ല എന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിന് ഉപോത്ബലകമായ ഒരു തെളിവും അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ പ്രചരിപ്പിച്ചിരുന്നത് മാതിരി സീതാറാം യെച്ചൂരിയുടെ അകമഴിഞ്ഞ പിന്തുണ വി എസ് അച്യുതാനന്ദനുണ്ട് എന്ന അയഥാർത്ഥമായ പരികൽപ്പന വീണ്ടും നിലനിർത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ കേന്ദ്ര നേതൃത്വത്തിൽ ഭിന്നാഭിപ്രായം എന്ന നിലയ്ക്കുള്ള ഈ പറച്ചിൽ, ഇങ്ങനെ വർത്തമാനം പറച്ചിൽ. അതിന് ഉപോത്ബലകമായി എന്തെങ്കിലും തെളിവ് തരാൻ ചാനലിന് കഴിയാത്തിടത്തോളം അത് വിശ്വാസയോഗ്യമായി പരിഗണിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ശ്രീ കെ എം ഷാജഹാൻ, ശ്രീ ഭാസുരേന്ദ്ര ബാബു പറയുന്നത് പോലെ കേന്ദ്ര നേതൃത്വത്തിൽ ഒരു ഭിന്നതയുമില്ല. സീതാറാം യെച്ചൂരിയിൽ വി എസ് പ്രതീക്ഷ അർപ്പിച്ചിരുന്നു. ആ പ്രതീക്ഷ അസ്ഥാനത്താണ്. ഒരു രീതിയിലുള്ള പിന്തുണയും വി എസ് അച്യുതാനന്ദന് ലഭിക്കില്ല എന്ന ഉറപ്പ്, ആ ഉറപ്പുണ്ടെങ്കിൽ വി എസ് ഇന്ന് എന്തുകൊണ്ട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല? മാത്രമല്ല, വി എസ് ഇപ്പോഴും പാർട്ടിയിൽ തുടരുന്നു, പ്രതീക്ഷ അർപ്പിക്കുന്നു. അതായത് കുഞ്ഞനന്ദൻ നായർ പറഞ്ഞതുപോലെ ഒഴിഞ്ഞു പോകാനല്ല, പ്രതിപക്ഷ നേതൃസ്ഥാനത്തും വേണമെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിലും നോക്കാം എന്ന ഒരു നിലപാട് വി എസ് സ്വീകരിച്ച് ഈ പ്രമേയത്തെ അവഗണിച്ച് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ
കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് ഒരു പിന്തുണ VS പ്രതീക്ഷിക്കുന്നു എന്ന് തന്നെയല്ലേ? അതോ ഭാസുരേന്ദ്രബാബു പറയുന്നത് പോലെ അത്തരമൊരു പിന്തുണയും ഇല്ല, അതിന് തെളിവില്ല, ആ വാദമാണോ ശരി? ഇത് നമ്മളിതിനകത്ത് ഈ പിന്നെ ഇതിൻ്റെ രാഷ്ട്രീയമായ യുക്തി നമ്മളൊന്ന് പരിശോധിക്കണം. യഥാർത്ഥത്തിൽ VS അച്യുതാനന്ദനെതിരെ ഇത്രയും ഗുരുതരമായ ഒരു പ്രമേയം അടുത്ത കാലത്തെങ്ങും ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇന്നലെ ചർച്ചയിൽ സൂചിപ്പിച്ചിരുന്നു, വളരെ ഒരു ഗവേഷണ പ്രബന്ധം എഴുതുന്നത് പോലെ 17ാം പാർട്ടി കോൺഗ്രസ് മുതൽ VS അച്യുതാനന്ദനെതിരെ എടുത്ത നിലപാടുകൾ അക്കമിട്ട് നിരത്തിക്കൊണ്ട് ഉദ്ധരണിയായി കോട്ട് എന്നൊക്കെയാണ് ഇന്നലെ പിന്നെ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. ഞാൻ ഉദ്ധരിക്കുകയാണ് ഇനി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഗവേഷണ പ്രബന്ധം എഴുതുന്നത് പോലെ ഒരുപക്ഷെ ചരിത്രത്തിലാദ്യമായി തന്നെ ഇത്രയും സുസംഘടിതമായ ഒരു പ്രമേയം VS അച്യുതാനന്ദനെതിരെ കൊണ്ടുവന്നു. VS അതിൽ വെച്ചിരിക്കുന്ന ആക്ഷേപങ്ങൾ എന്ന് പറഞ്ഞാൽ അതിഗുരുതരമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു സമാന്തര പാർട്ടി നേതൃത്വമായി VS പ്രവർത്തിക്കുന്നു എന്നുള്ളത് ആക്ഷേപം ഉന്നയിച്ചു. VS അച്യുതാനന്ദൻ എന്നൊക്കെ UDF പ്രതിസന്ധിയിലായിട്ടുണ്ടോ അപ്പോഴൊക്കെ VS അച്യുതാനന്ദൻ UDFനെ ശക്തിപ്പെടുത്തുന്ന നിലയിൽ UDF ദുർബലപ്പെടുമ്പോൾ CPMനെ ദുർബലപ്പെടുത്തുന്ന UDF പ്രതിസന്ധിയിലെത്തി നിൽക്കുമ്പോൾ CPMനെ ദുർബലപ്പെടുത്തുന്ന സമീപനമാണ് നിരന്തരമായി VS അച്യുതാനന്ദൻ എടുക്കുന്നത് എന്നൊക്കെ ഉള്ള നിലയിൽ സ്വാഭാവികമായും സാധാരണഗതിയിലും VS അച്യുതാനന്ദനെ പോലെ ഒരാളെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിക്കുന്ന, ഏറ്റവും കൂടുതൽ പ്രകോപനപരമായ ഒരു സുദീർഘമായ ഒരു പ്രമേയം സാധാരണഗതിയിൽ CPM ചെയ്യാത്ത രീതിയിൽ പത്രസമ്മേളനത്തിൽ കൂടി പുറം ലോകത്തിനായി കൊടുത്തിട്ട് പോലും VS അച്യുതാനന്ദനെ പോലെ ഒരു നേതാവ് കമാന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ഭാസുരേന്ദ്ര ബാബു പറയുന്നതല്ല എന്നുള്ളത് ഭാസുരേന്ദ്ര ബാബുവിനൊഴിച്ച് ബാക്കിയുള്ള മുഴുവൻ ആളുകൾക്കും മനസ്സിലാവും. എന്തിനു പറയുന്നു, എസ് രാമേന്ദ്രപിള്ള പോലും VS അച്യുതാനന്ദൻ പറഞ്ഞതെല്ലാം പെശകായിരുന്നുവെന്ന് പറയുന്നതോടൊപ്പം തന്നെ അതേ ശ്വാസത്തിൽ തന്നെ എസ് രാമേന്ദ്രപിള്ള പറയുന്നത് എന്താണ്, ഞങ്ങളിത് ചർച്ച ചെയ്യാൻ പോവുകയാണ് എന്നാണ് പറയുന്നത്. എന്തിനാണ് VS അച്യുതാനന്ദൻ ഇത്രയും പ്രകോപനമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യുന്നത് എന്തിനാണ്? ഇനി എനിക്ക് കിട്ടുന്ന ഒരു വിവരം കൂടെ ഞാൻ പറയാം. സീതാറാം യെച്ചൂരിയും ഈ കാര്യത്തിൽ അസ്വസ്ഥനാണെന്നുള്ള വിവരം വളരെ കൃത്യമായി ഞാൻ ഇന്ന് ഇവിടെ പറഞ്ഞു വെക്കുന്നു. സീതാറാം യെച്ചൂരിയും ഈ കാര്യം കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യും എന്നുള്ള നിലയിലേക്കാണ് സീതാറാം യെച്ചൂരി നിലപാടെടുത്തിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇതൊരു ക്ലാരിഫിക്കേഷനായി സംസ്ഥാന നേതൃത്വം ഇറക്കണം എന്നാണ് സീതാറാം യെച്ചൂരി കൊടുത്തിരുന്ന നിർദ്ദേശം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ നിന്നും വിരുദ്ധമായി സാമാന്യം സുദീർഘമായ ഒരു കുറ്റപത്രം എന്നുള്ള നിലയിൽ VS അച്യുതാനന്ദനെതിരെ ഇത് ഇറക്കിയത് സംബന്ധിച്ച് സീതാറാം യെച്ചൂരിക്ക് അതൃപ്തിയുണ്ട്. ആ അതിർത്തി ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണവും കൂടി ഞാൻ 1 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് നീ അവസാനിപ്പിച്ചുകൊള്ളട്ടെ. സീതാറാം യെച്ചൂരിയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ സംസ്ഥാന നേതൃത്വം സീതാറാം യെച്ചൂരിക്ക് പാർട്ടി കോൺഗ്രസിൽ എതിരായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ സീതാറാം യെച്ചൂരിയെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടി ഘടകത്തിനകത്ത് വിരുദ്ധമായ ഒരു ചേരി നിലനിൽക്കേണ്ടത് സീതാറാം യെച്ചൂരിയുടെ നിലനിൽപ്പിനും ആവശ്യമാണ്. പച്ചയായി പറഞ്ഞാൽ സീതാറാം യെച്ചൂരിക്ക് VS അച്യുതാനന്ദനെ ആവശ്യമാണ്, VS അച്യുതാനന്ദന് സീതാറാം യെച്ചൂരിയും ആവശ്യമാണ്. ഒരു ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പാണ്. ഇവിടുത്തെ പാർട്ടി നേതൃത്വം പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ശക്തിപ്പെടുന്നത് സീതാറാം യെച്ചൂരിയുടെ തന്നെ നിലനിൽപ്പിന് അപകടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പരസ്പര സഹായ ഒരു നിലപാടുകളുടെ ഭാഗമായി ഇത് സ്വാഭാവികമായും ഇത് അവരങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, അച്യുതാനന്ദനും സീതാറാം യെച്ചൂരി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഒരുപക്ഷെ ഭാസുരേന്ദ്ര ബാബുവിനൊഴിച്ച് ബാക്കിയുള്ള ചർച്ച കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ശ്രീ NM പിയേഴ്സൺ, ഷാജഹാൻ പറയുന്നത് ശരിയാണ് എന്നുള്ളതിന് തെളിവുകളുണ്ട്. കാരണം ഇടുക്കി പ്രവർത്തക യോഗത്തിൽ MM മണി പറഞ്ഞത് ലഡുവിൻ്റെ മുകളിൽ വച്ചിരിക്കുന്ന ഒരു മുന്തിരി മാത്രമാണ് സീതാറാം യെച്ചൂരി എന്നാണ്, നമ്മൾക്കാണ് നിയന്ത്രണം എന്നാണ് പാർട്ടി പ്രവർത്തക യോഗത്തിൽ MM മണി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിൽ VS അച്യുതാനന്ദൻ യെച്ചൂരിയുമായി ചേർന്നുകൊണ്ട് ഒരു പുതിയ പോർമുഖം അത് CPMൽ തുറന്നിരിക്കുകയല്ലേ? അത് തിരിച്ചറിഞ്ഞതുകൊണ്ടല്ലേ ഈ ഞങ്ങൾ ആരാണ് എന്ന് ചോദിച്ചുകൊണ്ട് പ്രമേയം വരുന്നത്? അത് മനസ്സിലാക്കിയതുകൊണ്ടാണ്, മുകളിൽ നിന്നൊരു പിന്തുണ അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് VS പ്രതികരിക്കാതിരിക്കുന്നത്. കൂടുതൽ ഗൗരവമേറിയ ആഴത്തിലുള്ള ഒരു ഭിന്നതയായി പുതിയ പ്രശ്നങ്ങൾ രൂപപ്പെടുകയാണോ? അല്ല, അതിന്റെ എനിക്ക് തോന്നിയൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ പാർട്ടിക്കകത്ത് നിലനിൽക്കുന്ന VS ഗ്രൂപ്പിലെ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ജീവൻ മരണ പോരാട്ടത്തിന്റെ പ്രശ്നം എന്ന നിലക്ക് നിലവിലുള്ള സാഹചര്യങ്ങളെ അവരെടുത്തിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ മുന്നിലുള്ള വഴി യുദ്ധം ചെയ്ത് തോൽക്കണോ അതോ പാർട്ടി നേതൃത്വത്തിന് വിധേയമായി വിടുപണി ചെയ്യണോ എന്നുള്ളതാണ്. എന്നുവെച്ചാൽ അവരുടെ ഇടയ്ക്ക് പറയുന്ന ഒരു കാര്യം ഇതാണ്, കൃഷ്ണദാസിനെ പോലെ ആകണോ വേണ്ടയോ എന്നുള്ളതാണ് ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്നാണ്. ആ പ്രശ്നത്തിന് ഒരു ഉത്തരം എന്ന നിലയ്ക്ക് തന്നെയാണ് VSന്റെ നേതൃത്വത്തിൽ അവർ പോരാട്ടം ആരംഭിക്കുന്നത്. അങ്ങനെ ആരംഭിക്കുന്ന സമയത്ത് നേരത്തെ ഷാജഹാൻ സൂചിപ്പിച്ചതുപോലെ സീതാറാം യെച്ചൂരിയുടെ എല്ലാവിധമായിട്ടുള്ള ആശീർവാദവും ആ കാര്യത്തിലുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ സീതാറാം യെച്ചൂരിക്ക് തോന്നിയതുപോലെ VS അച്യുതാനന്ദനെ സഹായിക്കാനായിട്ട് പറ്റിയില്ല എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ, അതായത് ക്ലാരിഫിക്കേഷൻ കൊടുക്കാനായിട്ട് ആവശ്യപ്പെടുന്ന സമയത്ത് പ്രമേയം പാസ്സാക്കുകയും അതേപോലെ തന്നെ വലിയ തോതിൽ വെല്ലുവിളിച്ച് ഭീഷണിപ്പെടുത്തി VSനെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന പ്രശ്നത്തിൽ സീതാറാം യെച്ചൂരി മുന്നോട്ട് വെക്കുന്ന പ്രശ്നം ഇതാണ്. ഇത് ബുദ്ധിപരമായി ഒരു നേതൃത്വത്തിന് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അതാണ് അദ്ദേഹത്തെ അസ്വസ്ഥനാക്കുന്നത്. അദ്ദേഹം പ്രകാശ് കാരാട്ടും തമ്മിൽ, അതായത് സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും തമ്മിൽ വളരെ നാളുകളായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഇഷ്യൂ ബേസിലാണ്, പ്രശ്നമായിട്ട് അടിസ്ഥാനപ്പെടുത്തിയുള്ള അഭിപ്രായ വ്യത്യാസമാണ്. എങ്കിൽ പോലും അവർക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ള സാഹചര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേരളത്തിലെ സാഹചര്യം അതല്ല. കേരളത്തിൽ ഇഷ്യൂ ബേസ്ഡ് അല്ല, അധികാര തർക്കം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇരുചേരിയിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പരസ്പരം കാണാൻ പോലും ആഗ്രഹമില്ലാത്ത തരത്തിലേക്കുള്ള ശത്രുത അവരുടെ മനസ്സിനകത്തുണ്ട് എന്നുള്ളതാണ്. ആ വ്യക്തി വൈരാഗ്യം എന്ന് പറയുന്നത് ആളിക്കത്തി നിൽക്കുന്ന ഒരു അന്തരീക്ഷം കേരള രാഷ്ട്രീയത്തിനകത്തുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളും വെച്ചു പുലർത്തുന്നതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഈ കാര്യങ്ങളെ കാണാനായിട്ട് കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. വളരെ വ്യക്തമാണ്. ശ്രീ MM ലോറൻസ്, ഓരോ സമയത്തും വിഭാഗീയത അവസാനിച്ചു എന്ന് തോന്നുന്നു. പലപ്പോഴും പാർട്ടി കേന്ദ്ര നേതൃത്വം സമയത്തിന് ശരിയായ രീതിയിൽ ഇടപെടാത്തതുകൊണ്ടാണ് വിഭാഗീയത ശക്തമാകുന്നത് എന്ന വിലയിരുത്തലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴിവിടെയും അതിൻ്റെ പുതിയ രീതിയിലുള്ള ആവർത്തനമാണോ, അതോ താങ്കൾക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുമോ യെച്ചൂരി ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതൃത്വം VSന്റെ നിങ്ങൾ പറയുന്ന പാർട്ടി വിരുദ്ധ നിലപാടിന് ഒപ്പം നിൽക്കില്ല എന്നും ആ കാര്യത്തിൽ VSനെതിരെ കുറച്ചുകൂടി കർക്കശമായ ഒരു നടപടി ഉണ്ടാകുമെന്നും? നിശ്ചയമായിട്ടും ഇന്ത്യയിലെ പാർട്ടി CPIMനെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഉടലെടുത്ത വിഭാഗീയത പൂർണ്ണമായും അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ അവസാനിപ്പിക്കാൻ നടപടി സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായി ഒരു ഭാഗത്ത് VS ഉണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം വിസ്മരിക്കാനായിട്ട് കഴിയുകയുമില്ല. അത് അവസാനിപ്പിക്കേണ്ടത് കേന്ദ്ര പാർട്ടി നേതൃത്വത്തിൻ്റെയും ചുമതലയാണ്, ആവശ്യവുമാണ്. അത് ഉപേക്ഷിക്കാൻ അവർക്കും കഴിയില്ല. അതുകൊണ്ട് വിഭാഗീയത കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഒരു നിലപാടിലേക്ക് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി യെച്ചൂരി പോകും എന്നത് ഒരു മനപ്പായസം മുന്നിൽ മാത്രമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇന്ത്യയിലെ പാർട്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കേരളത്തെ ഘടകം. ആ ഘടകത്തെ സംരക്ഷിക്കേണ്ട ചുമതല പാർട്ടിക്കാകെ ഉണ്ട്. ഇന്നത്തെ ഇന്ത്യയിലെ പാർട്ടിയുടെ സാഹചര്യത്തിൽ അതിനെ കളഞ്ഞു കുളിക്കാൻ വേണ്ടി ആരും തയ്യാറാവില്ല. വളരെ നന്ദി ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ശ്രീ ഭാസുരേന്ദ്ര ബാബു, ശ്രീ NM പിയേഴ്സൺ, ശ്രീ KM ഷാജഹാൻ, MM ലോറൻസ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.